രണ്ട് ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം, സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ 1. ഒന്നുകൂടെ വായിച്ചു. ദാവീദിന്റെ മകനായ ശലോമോൻ തന്റെ രാജ്യത്തിൽ സ്ഥിരപ്പെട്ടു. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടി ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി. ശലോമോൻ എല്ലാ ഇസ്രായേലിനോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രായേലിന്റെയും പിതൃഭവന തലവന്മാരായ സകല പ്രഭുക്കന്മാരോടും സംസാരിച്ചിട്ട് ശലോമോൻ സർവ്വസഭയുമായി ഗിബിയോനിലെ പൂജാഗിരിക്ക് പോയി. യഹോവയുടെ ദാസനായ മോശെ മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയ ദൈവത്തിന്റെ സമാഗമന കൂടാരം അവിടെ ആയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പെട്ടകം ദാവീദ് കിര്യത്ത്യാരീമിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോന്നു. അവൻ അതിനായി യെരൂശലേമിൽ ഒരു കൂടാരം അടിച്ചിട്ടുണ്ടായിരുന്നു. ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസ്ലേൽ ഉണ്ടാക്കിയ താമരയാഗപീഠവും അവിടെ യഹോവയുടെ തിരുനിവാസത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അവിടെ ശലോമോനും സഭയും അവനോട് പ്രാർത്ഥിച്ചു. ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമരയാഗപീഠത്തിലേക്ക് ചെന്ന് അതിന്മേൽ 1000 ഹോമയാഗം കഴിച്ചു. അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ നിനക്ക് എന്ത് തരയണം, ചോദിച്ചുകൊള്ളുക എന്ന് അരുളി ചെയ്തു. ശലോമോൻ ദൈവത്തോട് പറഞ്ഞത്, എന്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ചു, അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. ആകയാൽ യഹോവയായ ദൈവമേ, എന്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവൃത്തിയായി വരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരയണമേ. അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? അതിന് ദൈവം ശലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം, സമ്പത്തും, മാനവും, ശത്രു നിഗ്രഹവും എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്നരുളി ചെയ്തു. പിന്നെ ശലോമോൻ ഗിബിയോനിലെ പൂജാഗിരിയിൽ നിന്നും സമാഗമന കൂടാരത്തിന് മുമ്പിൽ നിന്ന് തന്നെ യെരൂശലേമിലേക്ക് വന്നു ഇസ്രായേലിൽ വാണു. ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു. അവന് 1400 രഥങ്ങളും 12000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. അവരെ അവൻ രഥനഗരങ്ങളും യെരൂശലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചു. രാജാവ് യെരൂശലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരു താഴ്വീതിയിലെ കാട്ടത്തിമരം പോലെയും ആക്കി. ശലോമോന് കുതിരകളെ കൊണ്ടുവന്നതും മിസ്രയീമിൽ നിന്നായിരുന്നു. രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. അവർ മിസ്രയീമിൽ നിന്ന് രഥം ഒന്നിന് 600 കുതിരയൊന്നിന് 150 വെള്ളിശേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്ന് കൊടുക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭാഗം ഒരിക്കൽ നമ്മളൊന്ന് ചിന്തിച്ചു പോയ ഭാഗമാണ്. പക്ഷെ ഇന്നലെ ദൈവം വീണ്ടും ഈ ഭാഗം തന്നെ ചിന്തിക്കാൻ തന്നതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത്. നമ്മളിവിടെ മൊത്തം വായിപ്പിച്ച് ഇനി ഇടയ്ക്കിടയ്ക്ക് വായിപ്പിക്കേണ്ടതുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയാം, ദാവീദിന്റെ മകനായ ശലോമോൻ തന്റെ രാജത്വത്തിൽ സ്ഥിരപ്പെട്ടു. അടുത്തത്, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ മകനായ ശലോമോൻ ദാവീദിനോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളിലെ നിവൃത്തിയാണ് ശലോമോൻ രാജാവായെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പം രാജാവായി കഴിയുമ്പോഴത്തേന് ഇവിടെ പറയുന്നത്, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി. അപ്പൊ ഒരാള് മഹത്വപ്പെടണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാ യഹോവയും ദൈവം കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മഹത്വം തന്നെയാണ്. ഹല്ലേലൂയ. നമ്മളെ മഹത്വമായവൻ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മഹത്വമായിരിക്കും. ഹല്ലേലൂയ. കാരണം ആമീൻ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യഹോവ പണ്ട് മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടെ പോരാ. ഹല്ലേലൂയ. ഞാനാകുന്നു എന്ന് പറയുമ്പോഴത്തേന് ആരാണ് നീ ഞാനാകുന്ന വെച്ചാൽ നീ നിൽക്കുന്നിടത്ത് നീ എന്നുള്ള സ്ഥലത്ത് ഞാൻ കയറി നിൽക്കും, ദൈവം കയറി നിൽക്കും. ഹല്ലേലൂയ. അപ്പൊ നിനക്ക് എന്തായിട്ടാണ് ഞാൻ വേണ്ട അതായിട്ട് ഞാൻ അവിടെ നേരം വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവം കൂടെ നിൽക്കുമ്പോൾ അത് ആ മഹത്വം, മഹത്വം നമ്മുടെ ഉള്ള അതുകൊണ്ട് നമ്മൾ പറയാം, അങ്ങനെ ദൈവം നമ്മുടെ കൂടെ കയറി നിൽക്കുന്ന റലമാണ് മഹത്വം, ഗ്ലോറി റലം എന്ന് പറയും. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ഹല്ലേലൂയ ദേവദാസൻ ഗ്ലോറി റലത്തിലേക്ക് നമ്മൾ കയറിയ പിന്നെ എല്ലാം ഈസിയാ. ഹല്ലേലൂയ. നമ്മളൊന്നും ചെയ്യണ്ട, മഹത്വം എല്ലാം ചെയ്യും. കാരണം നമ്മുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
ആ മഹത്വം എല്ലാം ചെയ്യാൻ തുടങ്ങും. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഇവിടെ ശലോമോന്റെ ജീവിതത്തിൽ ദൈവം, യഹോവയൻ ദൈവം കൂടെ, അവനോട് കൂടെ ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി. അപ്പം അപ്പൊ ദൈവം കൂടി ഇരിക്കുമ്പോൾ മഹത്വപ്പെടുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ശലോമോന്റെ പ്രത്യേകത അവിടെ നമ്മൾ കാണുന്നുണ്ട്. ശലോമോൻ എല്ലാ ഇസ്രായേലിനോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രായേലിന്റെ തലവന്മാരായ സകല പ്രമുഖന്മാരോടും സംസാരിച്ചിട്ട് ശലോമോൻ സർവ്വസഭയുമായി ഗിബെയോനിലെ പൂജാഗിരിക്ക് പോയി. ഹല്ലേലൂയ. അപ്പൊ അവിടെ ആമെ സംസാരിക്കേണ്ടെന്ന് ആമെ ആലോചിക്കേണ്ട സകല വ്യക്തികളോടും ശലോമോൻ സംസാരിച്ചിട്ട് ഒരു കാര്യത്തെ തീരുമാനം എടുത്ത് നമുക്ക് കാണുന്നു. എന്നിട്ട് ഇത് സർവ്വസഭയുമായിട്ട്. ഹല്ലേലൂയ. അപ്പൊ പൂജാഗിരിയിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കല്ല പോയത്. പല രാജാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നവൻ ഒരു നല്ല ഭരണാധികാരി ആയിരിക്കത്തില്ല. ഇപ്പൊ തന്നെ നമ്മുടെ രാജ്യത്ത് ഭരണം ചെയ്യുന്ന മുഖ്യമന്ത്രിമാര്, പ്രധാനമന്ത്രിമാര്, അങ്ങനെ പലരും വരും. പക്ഷേ ചില ആൾക്കാർ സ്വേച്ഛാധിപതികളെ പോലെ അവരുടെ തീരുമാനത്തെ അങ്ങ് നടപ്പിലാക്കുക. ഹല്ലേലൂയ. പക്ഷെ അത് ഒരിക്കലും നല്ലതായിരിക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഞങ്ങൾ മന്ത്ലി, ഞാൻ ഓപ്പറേഷൻ മാനേജർ ഒക്കെ മന്ത്ലി ഒരു മീറ്റിംഗ് വെക്കും. ആ മീറ്റിംഗിൽ എല്ലാ സ്റ്റാഫിനെയും നമ്മൾ പങ്കെടുപ്പിക്കും. അവിടെ ഹെൽപ്പർ തുടങ്ങി, പ്യൂൺ തുടങ്ങി, ഡ്രൈവർ തുടങ്ങി എല്ലാവരെയും ഇരുത്തുക ആ മീറ്റിങ്ങിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പങ്കെടുക്കുന്ന ആ മീറ്റിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും അഭിപ്രായം പറയാം അതിനകത്ത്. കാരണം ചിലപ്പോൾ നല്ലൊരു അഭിപ്രായം വരുന്നത് ഒരു ഹെൽപ്പറുടെ ഭാഗത്തു നിന്നായിരിക്കും. നമ്മൾ അതിനെ എടുക്കും. കാരണം വെച്ചാൽ അതിനെ ഇവാലുവേറ്റ്. കാരണം എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ താഴെ നിൽക്കുന്നവർ, മുകളിൽ ഇരിക്കുന്ന, അല്ല പാകം പോലെ ഏറ്റവും ടോപ്പ് പോയിലിരിക്കുന്ന 3-4 പേര് കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം ഒരിക്കലും നല്ലതായിരിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം അവിടെ നമ്മൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ സഭകളിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സഭയിലൊക്കെ ലീഡേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ച് ആൾക്കാർ മാത്രം ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അങ്ങ് നടപ്പിലാക്കുക. പക്ഷെ അങ്ങനെയല്ല. അതിനകത്തുള്ള ഓരോ അംഗവും സഭയിലെ അംഗമാണ്. അവരുടെ കൂടെ ചോദിച്ച് ഒരു കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയാം. അപ്പൊ എല്ലാവർക്കും അഭിപ്രായം ഉണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് മാനിക്കുകയും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ ദൈവകൃപയിൽ നടക്കുന്നതാണെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കാട്ട് വലിയ അധ്യക്ഷനായിട്ട് കൂടെ ഉണ്ടാവും. അപ്പൊ ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അവിടെ പോയിട്ട് അവിടെ എന്താ പറയാ, ദൈവത്തിന്റെ പെട്ടകം ഉണ്ട്. അവിടെ ചെന്നതിന് ശലോമോൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ അതുപോലെ ഒരു കാര്യം കൂടെ എടുത്തത്, ഹൂരിന്റെ മകന്, ഊരിയുടെ മകൻ ബെസലേൽ ഉണ്ടാക്കിയ താമ്രയാഗ് ഇവിടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പ്രാവശ്യം നമ്മൾ ഹൂരിന്റെ ദൈവം ഓർത്തത് എന്താ, മോശ ജോഷ താഴ്വര യുദ്ധം നടന്നപ്പം മോശ അവിടെ നിന്ന് കൈ ഉയർത്തി അത് കൊണ്ട് നിന്ന സമയത്ത് കഴച്ചപ്പോൾ കൈ കുഴഞ്ഞപ്പോൾ കൈ താങ്ങി, അതായത് ഹൂരും അഹരോനും. അപ്പൊ അങ്ങനെ ഒന്ന് കൈ ദൈവദാസന്റെ അല്ലെ മോശയുടെ കൈ ഒന്ന് ഉയർത്തി പിടിച്ച് അഹരോനെയും ഹൂരിനെയും ദൈവം മറന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവദാസന്റെ കൈ ഒന്ന് തളർന്നപ്പോൾ താങ്ങിക്കൊടുത്ത ഹൂരിനെ ദൈവം ഓർത്ത്, ഹൂരിന്റെ ബെസലേല് നമുക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ ആയിട്ടൊക്കെ ദൈവം ജ്ഞാനാത്മാവിനൊക്കെ നിറയ്ക്കുക. ദൈവത്തിന്റെ ആലയത്തിലെ പണികൾക്കായിട്ട് ജ്ഞാനാത്മാവിനെ നിറയ്ക്കുകയൊക്കെ ചെയ്ത ഹല്ലേലൂയ. ദൈവം അവന് ജ്ഞാനം കൊടുത്തു പറഞ്ഞു. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വല്യപ്പച്ചനൊന്ന് മോശയുടെ കരം ഒന്ന് താങ്ങിക്കൊടുത്തു. ഹല്ലേലൂയ. ഇന്നും ഞാൻ പറയാ ഹല്ലേലൂയ. അങ്ങനെ ഏതെങ്കിലും ദൈവദാസന്മാരുടെ കരമൊക്കെ തളർന്നു പോകുന്ന സമയത്ത് പല ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളത് മനസ്സിലാക്കി താങ്ങി കൊടുക്കുമെങ്കിൽ തലമുറ ഓർത്തു വെച്ച് മാനിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. അങ്ങനെ മറന്നു പോകാൻ അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ. അവിടെ പറയുന്നത്, എന്നിട്ട് അവിടെ ശലോമോൻ എന്താ പറയാ, ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിൽ താമ്ര യാഗപ്പെടുത്തെങ്കിൽ ഇരുന്ന് അതേപോലെ 1000 ഹോമയാഗം കഴിച്ചു. ദൈവത്തിന് മുമ്പിലേക്ക് ചെന്ന് 1000 ഹോമയാഗം കഴിച്ചു ദൈവത്തിന് വേണ്ടി. അന്ന് കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അപ്പം സ്വപ്നത്തിലല്ല, ദർശനത്തിലാണ് ശലോമോനോട് ദൈവം അവിടെ സംസാരിക്കുന്നത്. നമ്മളോടൊക്കെ ദൈവം സ്വപ്നത്തിലൊക്കെ വന്നിട്ട് സംസാരിക്കാറുണ്ട്. ദർശനത്തിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേര് അതൊക്കെ ഓർത്ത് വെച്ചാൽ അതുപോലെ തന്നെ പാലിക്കുന്ന എനിക്കറിയത്തില്ല. അതൊക്കെ ഇപ്പോൾ ചില സ്വപ്നങ്ങൾ, ചില ദർശനങ്ങളൊക്കെ നമ്മുടെ കാണിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അത് കണ്ടിട്ട് മറന്ന് കളയാനാണ്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കും പല പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ ഈ സ്വപ്നത്തെ ഓർക്കണം.
ഓർത്തിട്ട് ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അല്ലെ ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ്, വാഗ്ദത്തം ഇതാണ്, ഹല്ലേലൂയ എന്ന് നമ്മൾ ഓർത്ത് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സഹായിക്കും. ഇവിടെ സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കാറുണ്ട് കേട്ടോ. നമുക്ക് സ്വപ്നത്തിലൂടെ ഒക്കെ നമുക്ക് ദൈവം സംസാരിക്കും, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഹല്ലേലൂയ. അപ്പൊ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം വെറുതെ അല്ല, നേരിട്ട് വന്ന് പറഞ്ഞാലേ അത് ആവോളെന്നല്ല. നമുക്ക് ശലോമോന്റെ ഈ ഒരു അനുഭവം വെച്ച് നമുക്കറിയാം, ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടപ്പിലാകും. ഇവിടെ ദൈവം അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്തു തരയണം, ചോദിച്ചുകളെ എന്നരുളിച്ചത്. ശലോമോൻ ദൈവത്തോട് പറഞ്ഞത്, എന്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. അപ്പം അപ്പനോടുള്ള ദയാണ് ഞാൻ രാജാവായെന്നൊരു ബോധം എന്തായാലും ശലോമോൻ. ശലോമോന്റെ സൗന്ദര്യം കണ്ടിട്ടും മിടുക്കുണ്ട്, നല്ല സൗന്ദര്യമുള്ളവനാന്നൊക്കെ പറയുന്നത്. പക്ഷെ അല്ല, ആ കഴിവ് കണ്ടിട്ട് ഒന്നും പിടിച്ച് രാജാവാക്കിയത് അപ്പനോട് പറഞ്ഞ വാക്കല്ല, അപ്പനോട് ദയ കാണിച്ച് എന്നെ രാജാവാക്കിയത്. അതുകൊണ്ട് യഹോവേ ദൈവമേ, എന്റെ അപ്പനാ ദാവീദിനോട് നിന്റെ വാഗ്ദാനം നിവർത്തിയായി വരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നു. ആകിയാൽ ഈ ജനത്തിന് നായകനായിരിക്കുന്ന എനിക്ക് ജ്ഞാനവും വിവേകവും തന്നെ, അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. അപ്പം അപ്പനോടുള്ള ഹല്ലേലൂയ കരുണയാണ്, അല്ലെങ്കിൽ അത് അപ്പനോട് ദയ കാണിച്ചെന്നെ രാജാവ്. പക്ഷെ ഈ ജനത്തെ, ഇത്ര അസംഖ്യമായ ഭൂമിയിലെ പൊടി പോലുള്ള ജനത്തെ ന്യായപാലനം ചെയ്യാനായിട്ട് എനിക്ക് ജ്ഞാനവും വിവേകവും തന്നെ. വെച്ചാ ഈ ജനത്തെ ജനം അങ്ങയുടേതാണ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെതാണ് ജനം. ദൈവത്തിന്റെ ജനത്തെ പാലിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് തന്നെ, വിവേകത്തിൽ നിന്ന് തന്നെ പാലിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഒരു സഭയിൽ ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസികളിൽ സഭ ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ആ സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധാത്മാവാണ്. അപ്പൊ അവരെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആത്മാവിന്റെ കൃപ അവർക്ക് വേണം, ജ്ഞാനം വേണം, വിവേകം വേണം. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും സഭയ്ക്കുള്ളിൽ. അല്ല, എല്ലാം നല്ല കുഞ്ഞാടുകൾ മാത്രമായിരിക്കത്തില്ല, അല്ലെങ്കിൽ എല്ലാം ആടുകൾ മാത്രമായിരിക്കത്തില്ല. അതിനിടയിൽ തൊഴിക്കുന്നതും കുത്തുന്നതും വഴക്കുണ്ടാക്കുന്ന അടിയുണ്ടാക്കുന്ന ഒക്കെയുണ്ട്. അതിനെല്ലാം എടുത്ത് പുറത്ത് കളയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞേക്ക. അവരെല്ലാം പരിപാലിച്ചു കൊണ്ടുപോകാനായിട്ട് അവർക്ക് അതിനുള്ള ജ്ഞാനവും വിവേകവും വേണം. ശലോമോനോട് പറഞ്ഞ പോലെ ശലോമോനോട് എടുത്ത് പറയുന്നത് ഹല്ലേലൂയ, നീ ഈ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ജനത്തെ നീ എന്നെ രാജാവാക്കി. ആകിയാൽ ഈ ജനത്തിന് നായകനായിരിക്കണം എനിക്ക് ജ്ഞാനവും ഉപയോഗം, അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്ത ആർക്ക്? അപ്പൊ നിന്റേതാണ് ജനമെന്ന്, ദൈവത്തിൻ്റെതാണ് ജനമെന്ന് ശലോമോനൊരു ബോധമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ളതല്ല നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ മുമ്പിൽ കാണുന്ന ജനം എന്ന് തിരിച്ചറിയണം. അപ്പൊ ദൈവത്തിൻ്റെതാണ് ജനം. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തിന്റെ ജനത്തിനെ പരിപാലിക്കേണ്ട, അവർക്ക് ന്യായപാലനം ചെയ്യേണ്ട ജ്ഞാനവും വിവേകവും വേണമെന്ന് ശലോമോൻ ആവശ്യം. അപ്പൊ അതുകൊണ്ട് ദൈവം ഇവിടെ പറയുന്നു, എന്താ ദൈവത്തിന്റെ ജനത്തെ പരിപാലിക്കാനുള്ള ജ്ഞാനവും വിവേകവും ചോദിച്ചത് ദൈവം കൊടുക്കാതിരിക്കുമോ? സാറാമ്മ സിസ്റ്റർ ഇപ്പൊ പറയണം, കർത്താവേ എനിക്ക് മുമ്പിലേക്ക് അങ്ങ് ഒരു വലിയൊരു ജനത്തെ തരാൻ എനിക്ക് ഉദ്ദേശമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവരെന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടുന്ന ഞാനും വിവേകം എനിക്ക് തരണം കേട്ടോ. അവരൊരിക്കലും എൻ്റെ ഉപദേശം കാരണം തെറ്റിപ്പാൻ പാടില്ല. അവരെന്റെ വായിന്നൊരു ദുരുപദേശം വീഴാൻ പാടില്ല. ഒരാൾക്ക് മൂലം ഞാൻ ഇടർച്ചയാകാൻ പാടില്ല. ഇന്ന് ആ ജനത്തെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നടത്താനായിട്ട് ഞാനും വിവേകം വേണമേ കർത്താവ് എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ ദൈവം 100% തരും. കാരണം വെച്ചാ ദൈവത്തിന്റെ ജനത്തെ നടത്താൻ വേണ്ടുന്നതാണ് ശലോമോൻ ചോദിച്ചത്. അതുകൊണ്ടാ യേശു കർത്താവും പറയുന്നത്, ആദ്യമേ നിങ്ങൾ എന്റെ രാജ്യവും നീതി അന്വേഷിപ്പേ. അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ രാജ്യത്തിലെ നീതിയെക്കുറിച്ചും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അത് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്കത് നൽകിത്തരും. ഹല്ലേലൂയ. അവിടെ നമുക്ക് സമ്പത്തോ മറ്റു നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന ആവശ്യങ്ങളോ അല്ല നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടാൻ വേണ്ടി ചോദിച്ചാൽ തന്നെ പറയുന്നത്, നിങ്ങൾ ദൈവം പറഞ്ഞ കർത്താവിനെ നിങ്ങൾ പരിശുദ്ധാത്മാനെ നിങ്ങൾ അളകൂടാതെ നിങ്ങൾക്ക് നൽകും ചോദിക്കുന്നത്. എന്തിനാ പരിശുദ്ധാത്മാ നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് എന്താ? ദൈവം ഏൽപ്പിച്ച വേല ചെയ്യുമ്പോൾ, ദൈവം ഏൽപ്പിച്ച സ്ഥലത്ത് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, അത് ദൈവിക ജ്ഞാനത്തെ ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നത്, ദൈവ കൃപയിൽ ആശ്രയിച്ച് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചോദിച്ചാലും, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, ഞാൻ അത് ഒരു പാട്ടേ ചോദിച്ചുള്ളൂ ദൈവത്തോട്. കർത്താവ് എനിക്കൊരു പാട്ട് എഴുതണം, ഭയങ്കര ആഗ്രഹം മനസ്സിൽ. കർത്താവ് എനിക്കൊരു പാട്ട് വേണം ദൈവത്തെ സ്തുതിക്കാനായിട്ട്, നമ്മുടെ സ്വന്തമായിട്ട് ഒരു മീൻസ് നമ്മൾ എഴുതിയ ഒരു പാട്ട്. 24 മണിക്കൂർ ദൈവം 10 പാട്ട് എഴുതി.
അപ്പം ഒന്ന് ചോദിച്ചോളൂ, 10 തന്ന്, പിന്നെ അങ്ങ് തന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയാം. അപ്പൊ നമ്മള് ഹാലേലിയ. അപ്പൊ അവിടെ എന്താ നമ്മൾ ചോദിച്ചത്? കർത്താവ് എനിക്ക് ഭയങ്കര ഫേമസ് ആകണം, അല്ലെ മറ്റുള്ളവർ എനിക്ക് ആളാകണം, എനിക്കൊരു പാട്ട് തന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ചോദിച്ച എന്റെ ഹൃദയത്തോടെ ദൈവത്തിന് മനസ്സിലായി. നമ്മൾ ചോദിക്കുന്നൊരു ഉദ്ദേശം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ദൈവം. മനസ്സിലായത്? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചോദിക്കുമ്പോഴും, വചനത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും, ദൈവകൃപയെ ചോദിക്കുമ്പോഴൊക്കെ ഇത് എന്തിനു വേണ്ടി നമ്മൾ ചോദിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാകുന്ന ആള് ദൈവം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കാട്ടി ക്യാമറ ആകാൻ വേണ്ടി, മറ്റുള്ളവർ ആള് കളിക്കാൻ വേണ്ടി ആയിരിക്കില്ല നമ്മൾ ചോദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ആ ഉദ്ദേശം സതുദ്ദേശമാണെന്ന് നമ്മളെക്കാൾ നന്നായി തിരിച്ചറിയുന്ന ആളാണ് ദൈവം. നമുക്ക് വേണേ പറയാം, അയ്യോ സിസ്റ്റർ ഞാൻ ആ ഉദ്ദേശത്തിലല്ല കേട്ടോ പറഞ്ഞു, ഇനി ഈ ഉദ്ദേശത്തിലാ പറയുന്നത്. പക്ഷേ ഏത് ഉദ്ദേശത്ത് നമ്മൾ പറയുന്നു, ഏത് ഉദ്ദേശത്ത് നമ്മൾ ചോദിക്കുന്നു കൃത്യമായി മനസ്സിലാക്കുന്ന ആള് നമ്മുടെ ദൈവം. കർത്താവിനെ പറ്റിക്കാന്ന് ആരും വിചാരിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും. അങ്ങനെ വിചാരിക്കുന്നവരാണ് ഏറ്റവും വലിയ വിഡ്ഢികളെന്ന് നമ്മൾ പറയും. പലരും നമ്മളോട് ചിലപ്പോൾ പറയും, അയ്യോ ഞങ്ങൾ അതുകൊണ്ടല്ല സിസ്റ്റർ വരാത്തത്, അല്ലെ ഇതുകൊണ്ടല്ല വരാത്തത്, ഞങ്ങൾക്ക് ഇന്ന കാര്യമുള്ളതുകൊണ്ട് വരുന്നത്. അവരെന്ത് കാര്യം കൊണ്ട് വരാതിരിക്കുന്നതെന്നും എന്ത് കാര്യം കൊണ്ട് വരാത്തതെന്നും കൃത്യമായി അറിയുന്ന ആൾ ദൈവം. അതുകൊണ്ട് ദൈവമായിട്ടങ്ങ് തീർത്തോട്ടെ, നമ്മളെന്തിനകത്ത് ബോധർ ചെയ്ത് ഞാൻ വിചാരിക്കാറുണ്ട്. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം, നമ്മളോട് ഒരുത്തർ പറയുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ അവർ പറയുമ്പോൾ തന്നെ നമ്മളോട് ദൈവം പറയാം അതല്ല കാര്യമൊന്നും, അല്ല അതല്ല വിഷയമെന്ന് ദൈവം നമ്മളോട് പറയണം. പക്ഷെ നമ്മളെന്നാലും പൊട്ടരെ പോലെ അത് കേട്ടോണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ അവര് പറഞ്ഞോട്ടെ അവരുടെ സമാധാനത്തിന്. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ഉള്ളത്തിൽ എന്താണ് കൃത്യമായി അറിയുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അവിടെ പറയുന്നത് അവിടെ ചോദിക്കുന്നത്, ശലോമോനോട് ചോദിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെ ദൈവത്തിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ശലോമോൻ ചോദിച്ചത്. നമുക്ക് അതുകൊണ്ട് അത് മനസ്സിലാക്കിയ ദൈവം, അതിന് ദൈവം ശലോമോനോട് ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം, സമ്പത്ത്, മാനം, ശത്രു നിക്രിയ എന്നിവയോ ദീർഘായുസ്സോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച് എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടത് ജ്ഞാനവും വിവേകം ചോദിച്ചിരിക്കാലും ജ്ഞാനവും വിവേകം നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും അതിനുശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരുമെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയുന്നത്, നീ ചോദിച്ചെനിക്ക് മനസ്സിലായി, എന്റെ ജനത്തിനെ പാലിക്കാൻ വേണ്ടി തന്നെ വെച്ചാൽ അതുകൊണ്ട് ഞാൻ നിനക്ക് തരും. അത് മാത്രമല്ല, അത് നീ ചോദിച്ചത് കൊണ്ട് അത് മാത്രം നീ ചോദിച്ചുള്ളൂ, അല്ലാതെ ധനവും മാനവും ശത്രു സംഹാരവും ഒന്നും നീ ചോദിച്ചില്ല. പക്ഷേ അതൊക്കെ ചോദിക്കാതിരുന്നതുകൊണ്ട് അതും അങ്ങ് തരുക. ഹല്ലേലൂയ. ശലോമോന്റെ കാലത്ത് വലിയ യുദ്ധം ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. ശലോമോന്റെ കാലത്ത് സമ്പത്തിനെ കുറിച്ച് നമുക്കറിയാം. ശലോമോന്റെ സമ്പത്ത് ഹല്ലേലൂയ അതുപോലെ താഴോട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്താ പൊന്നും വെള്ളിയൊക്കെ അല്ലെ കല്ല് പോലൊക്കെ കൂടി ദേവദാരുമൊക്കെ കാട്ടത്തി പോലെയൊക്കെ ആയിരുന്നു പിടിച്ചതെന്ന്. അത്രയ്ക്കും ഹല്ലേലൂയ സമ്പത്ത് ദൈവം കൊടുത്ത. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ശലോമോന് ശേഷം ഒരുപാട് രാജാക്കന്മാർ രാജ്യത്ത് പല ഭാഗത്തും ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ശലോമോനെക്കാട്ടി സമ്പന്നമായിരുന്നത് പറയുമ്പോൾ ആലോചിച്ച് നമ്മുടെ തിരുവിതാം പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പോഴും അതിന് അറിയിരിക്കുന്നത് സ്വർണ്ണം എടുക്കാമെങ്കിൽ ഈ ഇന്ത്യ മൊത്തം വേണ്ടുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നാണ്. അതുപോലെ സമ്പത്തോടെ കൂട്ടി വെച്ചിട്ട് നടന്നത്. അപ്പൊ ശലോമോന്റെ സമ്പത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്ന അത് കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ ഞാൻ നിനക്ക് തരുമെന്നാൽ പിന്നെ ശലോമോൻ ഗിബെയോനിലെ പൂജാഗിരിന് സമാഗമന കൂടാരത്തിന് മുമ്പിൽ നിന്ന് തന്നെ യെരൂശലേമിലേക്ക് വന്ന് ഇസ്രായേൽ വാണു. ഹല്ലേലൂയ. അവിടെ പോയിട്ട് വെറുതെ അല്ല ശലോമോൻ തിരിച്ചു വന്ന് വാണത്. ദൈവത്തെ ഒന്ന് പ്രാപിക്കാനൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ പറയും, എവിടെയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയൊക്കെ ഇരിക്കുമ്പോൾ പ്രാപിക്കാനുള്ളതൊക്കെ പ്രാപിച്ചെഴുന്നേറ്റിട്ട് ഹല്ലേലൂയ പിന്നെ അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമായി, അതിനുവേണ്ടി ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഹല്ലേലൂയ അതിനെ കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുക. ദൈവം ഹല്ലേലൂയ. അതുപോലെ പിന്നെ നമുക്ക് അവിടെ പറയുന്ന പെരുപ്പം എന്താ പറയാ സമ്പത്തിന്റെ പെരുപ്പത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിലൊത്തിരി നമുക്ക് പോകേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇന്ന് ദൈവം തന്ന വചനത്തിൽ നമ്മൾ അറിയേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. നമ്മൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നിടത്തൊക്കെ മഹത്വം എടുക്കാൻ പറ്റും. നമ്മൾ ദൈവം ഇല്ലാതെ മറ്റെവിടെ നമ്മൾ തന്നെയും കൂടി പോകുന്നത് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷരായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നിടത്ത് മാത്രമേ പോകാവുള്ളൂ. പരിശുദ്ധാത്മാവ് അയക്കുന്നിടത്ത് മാത്രമേ പോകുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നടക്കണം. നമ്മുടെ ഇഷ്ടത്തിന് ദൈവത്തെ കൊണ്ടുവന്നത് നമ്മളോട് ദൈവാത്മാവ് പറയണം ഒരു സ്ഥലത്തേക്ക് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ അവിടെ ദൈവമഹത്വം വെളിപ്പെട്ടിരിക്കും. കാരണം നമ്മളെ അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അല്ല നമ്മുടെ ഇഷ്ടത്തിന് ഹല്ലേലൂയ എന്നാ പോയേക്കാം, നമുക്ക് ഒരു പൈസക്കൊക്കെ ആവശ്യമുണ്ട് കേട്ടോ, എന്നാലൊന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി വന്നേക്കെ എന്ന് വിചാരിച്ചിട്ട് ഒരിടത്തേക്കും പോകരുത്. ദൈവം അയക്കുന്നിടത്തേക്ക് മാത്രം, ദൈവം കൂടെ ഇരിക്കുന്നിടത്ത് കൂടെ നടത്തിപ്പ് ദൈവത്തിന്റെ കയ്യിലായിരുന്നു നമ്മുടെ നടത്തിപ്പെങ്കിൽ നമ്മൾ പോകുന്നിടത്തെല്ലാം മഹത്വം എടുക്കേണ്ടത് കാരണമാവും.
ഹാലേലുയ. കളമൻ അതുപോലെ ഹാലയിലെ എല്ലാവരോടും ഒരു കാര്യം ചെയ്യുമ്പോൾ ഹാലയിലെ ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിച്ച് ആരോടൊക്കെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. ഹാലയെ അവർ ദൈവത്തിന്റെ ആലയത്തിൽ പോയി ഹാലയെ 1000 ഹോമയാഗം കഴിച്ചെന്ന് എഴുതിയിരിക്കുന്നു. ഹാലൂയ. അതിനുശേഷം ദൈവം പ്രത്യക്ഷനായിട്ട് ഉറക്കത്തിൽ ശലോമോന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷം നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ശലോമോൻ പറഞ്ഞത് ദൈവത്തിന്റെ ജനത്തെ നടത്താനായിട്ടുള്ള ജ്ഞാനം വിവേകം ചോദിച്ചത്. ഹല്ലേലൂയ. അപ്പം ഒരു അധികാരത്തിൽ ഇരുത്തിയിരിക്കുന്ന ദൈവമാണെന്നൊരു ബോധ്യം വേണം. ഇന്നിരിക്കുന്ന അധികാരങ്ങളിരിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഓരോ അധികാരങ്ങളിരിക്കുന്ന സകല ആൾക്കാരും അറിയേണ്ട സകല മനുഷ്യൻ തിരിച്ചറിയേണ്ട കാര്യം ആ അധികാര കസേരയിലേക്ക് ഇരുത്തുന്ന ദൈവമാണ്. ഹാലിയെ നമ്മൾ എന്ത് പൊസിഷൻ നമ്മൾ ആയിരിക്കുന്നു, ഹാല ഒരു അമ്മയായിട്ട് വീട്ടമ്മയായിട്ടാണെങ്കിലും ഹാലയിലെ മറ്റെന്തെങ്കിലുമൊക്കെ പൊസിഷനിൽ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ ആ പൊസിഷൻ ശുശ്രൂഷയാകട്ടെ, ഒരു ഓഫീസിലൊരു അമ്മ വലിയൊരു പോസ്റ്റിലാകട്ടെ, ഹാല ഇവിടുത്തെ അമ്മ മുഖ്യമന്ത്രി കസേരയിലാകട്ടെ, പ്രധാനമന്ത്രി കസേരയിൽ എവിടെ നമ്മൾ ഇരിക്കുമ്പോഴും അവിടെ ഇരുത്തുന്നത് ദൈവമാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ ഹാലയിലിയ ആ ഇരുത്തുന്ന ദൈവം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ ജനത്തെ ഈ കാണുന്ന സകല ജനവും ദൈവത്തിന്റെ. അപ്പൊ ദൈവത്തിന്റെ ജനത്തെ പരിപാലിക്കാൻ വേണ്ടി ഇരുത്തേക്കുന്നെങ്കിൽ ദൈവം തന്നെ ഹാലയിൽ എന്നെ സഹായിക്കണമേ, അതിനുവേണ്ടി ഞാനും വിവേകം തരണമേ എന്ന് പറഞ്ഞ ഹാലയിൽ ഓരോരുത്തരും അങ്ങനെ ആ തിരിച്ചറിവിൽ നിന്ന് പരിപാലിക്കുകയാണെങ്കിൽ ജനത്തിന് ദോഷം വരുന്ന രീതിയിലായിരിക്കത്തില്ല അവർ പരിപാലിക്കുന്ന. ഹാലയിലിയ ദൈവഹിതപ്രകാരമായിരിക്കും. അവിടെ ശലോമോൻ ചോദിക്കുന്ന അതാണ് അപ്പൊ ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം ദൈവത്തിന്റെ ജനത്തെ നടത്താൻ വേണ്ടി ജ്ഞാനവും വിവേകം ചോദിച്ചതുകൊണ്ട് നിനക്ക് ജ്ഞാനവും വിവേകം മാത്രമല്ല സമ്പത്തും ധനവും എല്ലാ കാര്യം നിന്നെ പോലെ രാജാവ് ഇനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു ദൈവം അനുഗ്രഹിക്കുന്ന കാണാൻ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലയിലിയ നമുക്ക് തരുന്ന പൊസിഷൻസ് പ്രത്യേകിച്ച് ഞാൻ പറയാം ദൈവത്തിന്റെ ശുശ്രൂഷ ദൈവം തരുന്നത് ദൈവത്തിന്റെ ജനത്തിന് ദൈവത്തിന്റെ ഹിതപ്രകാരം നടത്താൻ വേണ്ടി, അതൊരിക്കലും മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം നടത്താൻ, നമ്മുടെ ഇഷ്ടപ്രകാരം വളച്ചൊടിക്കാൻ പറ്റില്ല. അങ്ങനെ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ശലോമോന് കൊടുത്തതിനെക്കാട്ടി അധികമായിട്ട് നമുക്ക് തരും. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ശലോമോൻ ദൈവം ജ്ഞാനം വിവേകം കൊടുത്തു എന്ന് പറയുമ്പോൾ ജ്ഞാനമായവൻ നമ്മുടെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. ശലോമോനെക്കാട്ടി വലിയവൻ ഇവിടെ എന്ന് പറഞ്ഞ യേശു കർത്താവ് വന്നു. കാരണം ശലോമോന് കൊടുത്ത് അല്പം ഞാനാ കർത്താവിന് ഹാലയിലിയ. അപ്പൊ അതിനെക്കാട്ടി വലിയവനായ കർത്താവ് യേശു ക്രിസ്തു ശലോമോനെക്കാട്ടി വലിയവൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഹാലയിലിയ ആ വലിയവനായവൻ ശലോമോന്റെ ജ്ഞാനത്തിന് ചിലപ്പോൾ ഇത്തിരി ആയിരിക്കും അംശം, പക്ഷെ ആ ജ്ഞാനമായവൻ മഹത്വത്തിന്റെ പ്രത്യാശയായവൻ ഹാലയിലിയ ആ മഹത്വമായവൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നു ചോദിച്ചാൽ നമ്മുടെ ഉള്ളത്തിരിക്കണം. അപ്പൊ നമുക്ക് ഇടവേള ഇതൊക്കെ ഹാലയിലിയ നമ്മുടെ അവിടെ ഒരു അല്പം കൊടുത്തെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിലൂടെ ഇത് വെളിപ്പെടണമെങ്കിൽ നമ്മൾ ആഗ്രഹം എന്താണോ, നമ്മുടെ ഫോക്കസ് എവിടെയാണോ അതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് അത് വെളിപ്പെടുത്ത തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് സ്വപ്നം കാണുകയും നിങ്ങൾ പൗലോസ് പറഞ്ഞ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ അന്വേഷിപ്പീന്ന് പറഞ്ഞ പോലെ ദൈവമേ നിന്റെ ആഗ്രഹം എന്താണ്, നിന്റെ ഹിതം എന്താണ്, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കുകയും ദൈവം നമ്മൾ ഹല്ലേലൂയ ജ്ഞാനത്താൽ നിറയ്ക്കും, വിവേകത്താൽ നിറയ്ക്കും. നമുക്ക് വേണ്ടുന്ന കൃപാവരങ്ങളാൽ നിറച്ച് നമ്മളെ നടത്താൻ വിശ്വസ്തനാണ്. ഈ വചനത്തെ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഫോക്കസിന് തുടങ്ങട്ടെ. നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഉയരത്തുള്ള തന്നെ ആയിരിക്കട്ടെ. അതിനായി ദൈവം നിങ്ങൾ എല്ലാവർക്കും മാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.